Hi, hello, welcome to a very new video of Bio Ocean. And ഇന്ന് നമ്മൾ അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലെ ബാക്കി കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായിരിക്കും സോ വി വിൽ ബി ഡിസ്കസിങ് മെൻസ്ട്രൽ സൈക്കിൾ, പ്രഗ്നൻസി, പാർച്യൂറേഷൻ, ലാക്ടേഷൻ ആൻഡ് ഹോർമോണൽ കൺട്രോൾ. ഈ ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഓരോയിടത്തും ഇപ്പോൾ എന്തെങ്കിലും ഹോർമോൺസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഹോർമോണൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വെച്ചിട്ടില്ല കേട്ടോ. മെൻസ്ട്രൽ സൈക്കിൾ പറയുന്നു, അതിനുശേഷം പ്രഗ്നൻസി റിലേറ്റഡ് ഹോർമോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ദെൻ പാർച്യൂറേഷൻ റിലേറ്റഡ്, ലാക്ടേഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഹോർമോൺസ് ഉണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി, പാർച്യൂറേഷനും ലാക്ടേഷനും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇതിൽ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് എങ്ങനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കഥകളൊക്കെയാണ്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി പറയുന്ന പോലെ ടോപ്പിക്ക് വീഡിയോയും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, ഫസ്റ്റ് ഓഫ് ആൾ മെൻസ്ട്രൽ സൈക്കിൾ വെച്ചിട്ടാണ് തുടങ്ങാൻ. നമ്മളിൽ ഇപ്പോൾ ഹ്യൂമൻസ് അടക്കമുള്ള എല്ലാ പ്രൈമേറ്റ്സിലും, പ്രത്യേകിച്ച് ഫീമെയിൽസിൽ നമ്മൾക്ക് ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിളിന് തന്നെയാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. മനുഷ്യന്മാരുടെ കേസിൽ നമ്മൾക്കൊരു 10 ഇയേഴ്സിന് ശേഷം, അല്ലേ, 10 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെ മെനിസ്ട്രേഷൻ ഉണ്ടാകും. അപ്പം അതിനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഫസ്റ്റ് മെനിസ്ട്രേഷൻ്റെ പേരാണ് മെനാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലേഡിക്ക് 1-ാം തീയതി, സപ്പോസ് ജൂലൈ 1-ാം തീയതി മെനിസ്ട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ 1-ാം തീയതിക്ക് ശേഷം 28-29 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ മെനിസ്ട്രേഷൻ അഗെയിൻ ആ ലേഡിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ സൈക്കിളിനെ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആദ്യത്തെ മെനിസ്ട്രേഷൻ മുതൽ രണ്ടാമത്തെ മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള ദിവസങ്ങൾ ഏകദേശം 28-29 ദിവസമാണ്. ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ആൻഡ് ഈ ഒരു സൈക്കിളിനെ നമ്മൾ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് എവറി ടൈം നമ്മളുടെ മെനിസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു 28-29 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം മിഡിൽ സമയമാകുമ്പോഴത്തേക്കും, ദാറ്റ് മീൻസ് ഒരു 14-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഓവറീസിൽ നിന്ന് ഒരു ഓവം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓവറിൽ നിന്നായിരിക്കും അത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് അങ്ങനെ റിലീസ് ചെയ്യുന്നതിനെ നമ്മൾ ഒവ്യുലേഷൻ എന്ന് കൂടെ പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ആൻഡ് യൂഷ്വലി നമ്മളുടെ സൈക്കിളിനകത്ത് പല പല ഫേസുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മെനിസ്ട്രൽ ഫേസ് ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 5 ദിവസം വരെയൊക്കെയാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു ദിവസങ്ങളിലായിരിക്കും ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ബ്ലീഡ് ചെയ്യുന്ന ആ ഒരു ദിവസത്തെയാണ് നമ്മൾ മെനിസ്ട്രൽ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകളിൽ ഇപ്പോൾ 5 ദിവസം എന്നായിരിക്കില്ല, അതിൽ കൂടുതൽ ദിവസം ഉണ്ടായിരിക്കും. ഏകദേശം ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് 3 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു ഫേസിനെ നമ്മൾ മെനിസ്ട്രൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്താണ് ഈ ഒരു ബ്ലീഡിങ്ങിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവറി മന്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓവം റിലീസ് ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ യൂട്രസ് വിചാരിക്കാൻ നമ്മൾക്ക് ഇത്തവണ കുട്ടി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ഉണ്ടാകുമ്പോൾ അതിന് ഒരു 9 മാസം നമ്മളുടെ യൂട്രസിൽ താമസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സേഫ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക, അല്ലേ. അങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യൂട്രസിൻ്റെ ഭിത്തികളൊക്കെ ഇങ്ങനെ ഭയങ്കര തിക്കൻഡായിട്ട് മാറും. ആൻഡ് യൂട്രസിൻ്റെ ഭിത്തികൾ ഭയങ്കരമായിട്ട് ബ്ലഡ് വെസൽസും ടിഷ്യൂസൊക്കെ വെച്ചിട്ട് ഒരു മെത്ത പോലത്തെ സെറ്റപ്പ് ആക്കി മാറ്റും. ആൻഡ് ഈ യൂട്രസ് നമ്മളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ കുട്ടി വരില്ല. കുട്ടി മനുഷ്യന്മാർക്ക് എല്ലാ മാസവും കുട്ടികളുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടി വരാതാകുമ്പോഴത്തേക്കും ഈ യൂട്രസ് അത് ഉണ്ടാക്കി വെച്ചിരുന്ന സകല സാധനങ്ങളും പൊടിച്ച് നശിപ്പിച്ച് വജൈന വഴിയായിട്ട് താഴേക്ക് വരുത്തും. ആൻഡ് അങ്ങനെ താഴേക്ക് വരുന്നതാണ് ഈ ബ്ലഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യൂട്രസിൻ്റെ ഭിത്തി പൊട്ടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ബ്ലഡൊക്കെയാണ് വജൈനയ്ക്കൂടെ പീരിയഡ് ബ്ലഡായിട്ട് താഴോട്ട് വരുന്നത്. പിടികിട്ടിയോ? ഇതാണ് ആക്ച്വലി മെനിസ്ട്രൽ ആ ഒരു സൈക്കിളിനകത്ത് ഏറ്റവും ആദ്യം സംഭവിക്കുന്നത്. ആൻഡ് ഒരു ഓവം റിലീസ് ചെയ്തു, എങ്ങാനും അത് ബൈ ചാൻസ് ഫെർട്ടിലൈസ്ഡ് ആയാൽ മെനിസ്ട്രേഷൻ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രഗ്നന്റ് ലേഡീസിൽ പ്രഗ്നൻസി കാലഘട്ടത്തിൽ എന്തില്ലാത്തത്, മെനിസ്ട്രേഷൻ ഇല്ലാത്തത്. അപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിൽ മെനിസ്ട്രേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾക്ക് മെനിസ്ട്രേഷൻ ഇല്ലാത്തത് എല്ലായ്പ്പോഴും പ്രഗ്നൻസി കൊണ്ടിട്ടാവും എന്നുള്ളതല്ല. സംടൈംസ് ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രഗ്നൻസി, അതല്ലെങ്കിൽ സ്ട്രെസ്, നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ആൻഡ് ഈവൻ എൻവയോൺമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുവരെ എന്തിലേക്ക് ലീഡ് ചെയ്യാം, ഇത്തരത്തിൽ മെനിസ്ട്രേഷൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ടൊക്കെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് മെനിസ്ട്രൽ ഫേസ്. ഇനി അതിനുശേഷം വരുന്നതാണ് ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ മെനിസ്ട്രേഷൻ നടന്നതുകൊണ്ട് തന്നെ നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവം എല്ലാം ആ ഒരു മെനിസ്ട്രൽ ബ്ലഡ് പോകുമ്പോൾ അതിൽ കൂടെ ഡെഡായി പോയിട്ടുണ്ടാവും. നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയം ഭിത്തിയൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒന്നിന് നമ്മൾ ഈ ഒരു പരിപാടി വീണ്ടും തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോളിക്കുലർ ഫേസിൽ
നമ്മളുടെ ഓവറിക്കകത്ത് ഫോളിക്കിൾസ് ഗ്രോ ചെയ്യും. ദാറ്റ് മീൻസ് ഏറ്റവും ആദ്യം അത് പ്രൈമറി ഫോളിക്കിൾ ആയിരിക്കും, പിന്നെ അത് സെക്കൻഡറി ഫോളിക്കിൾ ആകും, സെക്കൻഡറി ടെറിഷറി ഫോളിക്കിൾ ആകും, ടെറിഷറി ഗ്രാഫിയൻ ഫോളിക്കിൾ ആകും. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ അൾട്ടിമേറ്റ്ലി പൊട്ടും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അതിൽ നിന്ന് സെക്കൻഡറി ആയിട്ടുള്ള ഊസൈറ്റ് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഫോളിക്കിൾസ് വളരുന്ന അതേ സമയത്ത് നമ്മളുടെ യൂട്രസ് വീണ്ടും പഴയ പോലെ അതിന്റെ ഭിത്തിയൊക്കെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് തന്നെ നടത്തുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫോളിക്കിൾസ് വളരുകയും യൂട്രസ് വീണ്ടും പഴയപടി ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഫോളിക്കുലർ ഫേസിലുള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിലെ പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസും ഓവറിയിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളുടെ പിറ്റ്യൂട്ടറിയിൽ നിന്നുണ്ടാകുന്ന മേജർ ആയിട്ടുള്ള 2 ഹോർമോൺസ് ആണ് LH-ഉം FSH-ഉം. ദാറ്റ് മീൻസ് ല്യൂട്ടനൈസിങ് ഹോർമോണും അതുപോലെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ആൻഡ് നമ്മൾക്ക് ഫോളിക്കുലർ ഫേസ് നടക്കുമ്പോൾ ഈ 2 ഹോർമോൺസും നമ്മളുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് ഈ ഫോളിക്കിൾസ് വളരുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ LH-ഉം FSH-ഉം 14ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും, ദാറ്റ് മീൻസ് നമ്മളുടെ സൈക്കിളിന്റെ ഒരു 14ാമത്തെ ദിവസം മിഡിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ LH-ഉം FSH-ഉം ഒക്കെ ഭയങ്കര ജാസ്തിയായിട്ട് വരുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ആൻഡ് എപ്പോഴാണോ അല്ലെങ്കിൽ ഈ ഒരു മിഡിൽ സൈക്കിളിൽ വെച്ചിട്ട് ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ LH ഏറ്റവും കൂടുതൽ ഏറ്റവും മാക്സിമത്തിൽ എത്തുന്നുണ്ടായിരിക്കുക, ആ ഒരു അവസ്ഥയെ നമ്മൾ LH സർജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ LH സർജ് സംഭവിക്കുമ്പോഴാണ് മിസ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നതും അതിൽ നിന്ന് സെക്കൻഡറി യൂസായിട്ട് റിലീസ് ചെയ്യുന്നതും പിന്നെ അത് ഓവമായിട്ട് മാറുന്നതും. ആൻഡ് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഇതാണ് ഓവുലേറ്ററി ഫേസ്. ഓവുലേഷൻ നടക്കുന്ന 14ാമത്തെ ദിവസം നടക്കുന്ന ആ ഒരു സംഭവം, LH കൂടുന്നു, FSH കൂടുന്നു, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു, അതിൽ നിന്ന് സെക്കൻഡറി യൂസായിട്ട് റിലീസ് ചെയ്യുന്നു, ഓവം ഉണ്ടാകുന്നു, ഓവം പുറത്തെത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഓവുലേഷൻ നടക്കുന്ന ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. അതിനുശേഷം തുടർന്ന് വരുന്ന ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഓവം റിലീസ് ചെയ്തേക്കുന്നത്. ആ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ആ ബാക്കി അവശിഷ്ടങ്ങൾ പിന്നീട് മറ്റൊരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് കോർപ്പസ് ലൂട്ടിയം. ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്ന ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയാം. ഈ കോർപ്പസ് ലൂട്ടിയം അഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു ഹോർമോണിന്റെ കേസാട്ടോ പറയുന്നത്. ഓൾറെഡി LH FSH ഹോർമോൺ പറഞ്ഞു. ഈ കോർപ്പസ് ലൂട്ടിയം മറ്റൊരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് പ്രൊജസ്റ്ററോൺ. ഒരുപാട് ലൈക്ക് ഹൈ എമൗണ്ടിൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കാനുള്ള ശേഷിയുള്ളവരാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. നമ്മളുടെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കോർപ്പസ് ലൂട്ടിയം ആവശ്യമാണ്. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉണ്ടാക്കിയാലാണ് നമ്മളുടെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയുള്ളൂ. കോർപ്പസ് ലൂട്ടിയം നശിക്കാനായി എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോഴത്തേക്കും പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് കുറയും. അങ്ങനെ അളവ് കുറഞ്ഞാൽ നമ്മളുടെ എൻഡോമെട്രിയം നശിച്ച് താഴേക്ക് വരും. എങ്ങനെയാണ് സംഭവിക്കുക? ആൻഡ് സംടൈംസ് നമ്മൾ പ്രഗ്നന്റ് ആയതിനു ശേഷവും കോർപ്പസ് ലൂട്ടിയം നശിക്കുകയും നമ്മളുടെ ശരീരത്തിലുള്ള പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മളുടെ കുട്ടി അബോർഷനായി പോകുന്ന അവസ്ഥയിലോട്ട് വരെ എത്തിയേക്കാം. പിടികിട്ടിയോ? യെസ്, അങ്ങനെ. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ആണ് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കാൻ കാരണം. എൻഡോമെട്രിയം നിലനിൽക്കുന്നത് അതുകൊണ്ടിട്ടാണ്. ആ എൻഡോമെട്രിയം നിലനിന്നാലാണ് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി അവിടെ വന്നിട്ട് പറ്റിപ്പിടിച്ച് വളരുള്ളൂ. അതല്ലാത്ത പക്ഷം ഈ ഒരു പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയം നശിക്കുകയും പിന്നീട് വീണ്ടും മെൻസ്ട്രൽ സൈക്കിൾ, വീണ്ടും മെൻസ്ട്രൽ ഫേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും കൂടെ ചെയ്യും. പിടികിട്ടിയോ? യെസ്. ആൻഡ് പ്രഗ്നൻസി സമയത്ത് നമ്മൾക്ക് എന്തുണ്ടാവില്ല? മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. കാരണം സ്ഥിരമായിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മൾക്ക് പ്രൊജസ്ട്രോൺ നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടായിരിക്കും. അത് ആ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഇനി ഫെർട്ടിലൈസേഷൻ ഇല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിക്കും. അങ്ങനെ നശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അടുത്ത മെൻസ്ട്രേഷൻ ഉണ്ടാകും. അതാണ് അടുത്ത സൈക്കിൾ എന്ന് പറയാം. ആൻഡ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ സൈക്കിള് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവസാനിക്കാനായിട്ട് ആകും. ഓക്കെ, മോസ്റ്റ്ലി ഒരു 45 വയസ്സിന് ശേഷം റെഗുലർ ആയിട്ട് നമ്മൾക്ക് മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ആ ഒരു ടൈം പീരീഡിലുള്ള മെൻസ്ട്രേഷനെ നമ്മൾ മെനോപോസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? യെസ്. ഇനി അതല്ല, നമ്മൾക്ക് കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ മെനോപോസ് എടുക്കുന്ന ഒരു യുവതിയിലോട്ട് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സൈക്ലിക് ആയിട്ടുള്ള രീതിയിൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണേ. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെൻസ്ട്രേഷൻ്റെ ഒരു ഗ്രാഫാണ് കാണുന്നത്. അതിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽസ് എന്ന് പറഞ്ഞിട്ട് FSH-ഉം LH-ഉം ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ നോക്കുക, 14ാമത്തെ ദിവസം അവിടെ നടുവിലൊരു വരയുണ്ട്. അതിനടുത്തായിട്ട് LH-ഉം FSH-ഉം ഏറ്റവും മാക്സിമം എത്തുന്നത് കാണുന്നുണ്ടായിരിക്കും. LH ഏറ്റവും മാക്സിമം എത്തുന്ന അവസ്ഥേനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിക്കുക. അപ്പോഴാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. സിമിലർലി നിങ്ങൾ താഴെ നോക്കി കഴിഞ്ഞാൽ ഓവേറിയൻ ഇവൻസ് അല്ലേ, ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നു, മെച്യൂർ ഫോളിക്കിൾ ആവുന്നു, അത് പൊട്ടിയിട്ട് കണ്ടോ, അതിൽ നിന്ന് വേറൊരു സാധനം പുറത്തേക്ക് വരുന്നത്, ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്നിട്ട് കോർപ്പസ് ലൂട്ടിയം ആവുന്നു, പിന്നീട് കോർപ്പസ് ലൂട്ടിയം നശിക്കുന്നു. അതാണ് ഓവേറിയൻ ഇവൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്.
അതും കൂടെ കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഒവേറിയൻ ഹോർമോൺസ് അല്ലെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പ്രൊജസ്ട്രോൺ അങ്ങനെ നിലനിന്നാലാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി നിലനിൽക്കുള്ളൂ. അതല്ലാത്ത പക്ഷെ അത് മെൻസ്ട്രേഷനിലോട്ട് ലീഡ് ചെയ്തേക്കാം. ക്ലിയർ അല്ലേ? ശരി. അപ്പം ഇത് അതിൻ്റെ ഗ്രാഫുകളാണ്. ഗ്രാഫുകൾ പൊതുവേ ഞാൻ ചോദിക്കലില്ല, എന്നാലും ഗ്രാഫ് വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രാഫുകൾ ഉൾപ്പെടുത്തി എന്നുള്ളതുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെൻസ്ട്രേഷനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. കോപ്പുലേഷൻ കോയിറ്റസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി സെക്ഷൽ ഇന്റർകോഴ്സിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള വാക്ക്. അപ്പോൾ ബയോളജിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ പുരുഷന്മാരുടെ പീനസിൽ നിന്ന് സ്ത്രീകളുടെ വജൈനയിലേക്ക് സെമൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. സെമൻ എന്ന് വെച്ചാൽ സ്പേം അടങ്ങുന്ന ആ ഒരു മിശ്രിതം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് അങ്ങനെ പുരുഷന്മാരുടെ പീനസിൽ നിന്ന് സ്ത്രീകളുടെ വജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. വജൈനയിൽ ഇപ്പോൾ സ്പേംസ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേംസ് എന്ത് ചെയ്യണമെന്ന് അറിയാം, അവർ മെല്ലെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങണം. അവർ മോട്ടിലിറ്റി ഉള്ളവരാണല്ലോ, മോട്ടൈൽ സ്പേംസ് അല്ലേ, അപ്പോൾ അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ സർവിക്സ് പാസ് ചെയ്ത് അവസാനം യൂട്രസിലെത്തും. യൂട്രസിൽ നിന്ന് അവർ രണ്ട് സൈഡിലോട്ട് തിരിയും. കാരണം രണ്ട് സൈഡിലും ഫാലോപ്പിയൻ ട്യൂബ് ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലോട്ട് തിരിയും. കറക്റ്റായിട്ട് ഏത് ട്യൂബിലാണോ ഓവം ഉള്ളത് നമുക്കും അറിയത്തില്ല, സ്പേമിനും അറിയത്തില്ല. അവരങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിന് സമയത്ത് ആംപുള്ളറി റീജിയൻ അല്ലെങ്കിൽ ആംപുള്ള ഇസ്തമസിന്റെ ജംഗ്ഷനിൽ എന്താണ് ആംപുള്ള ഇസ്തമസ് എന്നൊക്കെയുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ആംപുള്ളറി റീജിയൻ അല്ലെങ്കിൽ ആംപുള്ളഡേം ഇസ്തമസിന്റെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ, ഫാലോപ്പിയൻ ട്യൂബിന്റെ ഒരു പോയിന്റ്സിൽ എത്തുമ്പോൾ ഇവർ ഈ സ്പേം ആരുമായിട്ട് യോജിക്കണം, ഓവമായിട്ട് യോജിക്കണം. അപ്പം ഈ ഒരു സമയം കൊണ്ട് ഓവറിനെ റിലീസ് ചെയ്ത് ആംപുള്ളറി റീജിയൻ അല്ലെങ്കിൽ ആംപുള്ള ഇസ്തമസ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ രണ്ടുപേരും ഒരേ സമയം ഈ ഒരു റീജിയനിൽ എത്തുമ്പോഴത്തേക്കുമാണ് ഫെർട്ടിലൈസേഷനിലോട്ട് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്പേം എത്തിയില്ല, ഓവം എത്തി, ഓവം അവിടെ വെയിറ്റ് ചെയ്യും സ്പേമിന് വേണ്ടിയിട്ട്, പക്ഷെ സ്പേം വരില്ല, അപ്പൊ ഓവം ഡെഡായിട്ട് അത് നശിച്ചു പോകും. അതല്ല, സ്പേം ആദ്യം എത്തിയെങ്കിൽ സ്പേം ഓവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ഓവം വന്നില്ലെങ്കിൽ സ്പേം നശിച്ചു പോകും. അങ്ങനെ ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും സൈമൾട്ടേനിയസ് ആയിട്ട് ആംപുള്ളറി റീജിയനിൽ അല്ലെങ്കിൽ ആംപുള്ള ഇസ്തമസ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടാകണം. അങ്ങനെ ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സമയത്ത് സ്പേം നേരത്തെ എത്തും അല്ലെങ്കിൽ ഓവം എത്തും. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു സൈമൾട്ടേനിയസ് ടൈമിൽ എത്തിയാൽ മാത്രമേ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് മനുഷ്യന്മാരിലെ എല്ലാ സെക്ഷൽ ഇന്റർകോഴ്സും പ്രഗ്നൻസിയോട്ട് ലീഡ് ചെയ്യാത്തത്. കാരണം ഇപ്പോഴും നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇൻവോൾവ് ആകുന്നത് ഇവർ കറക്റ്റായിട്ട് ആംപുള്ള റീജിയനിലുള്ളപ്പോഴല്ലല്ലോ. അതുകൊണ്ട് പിടികിട്ടിയോ? യെസ്. ഇനി ഈ സ്പേമും അതുപോലെ ഓവം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഓവത്തിന് ചുറ്റുമുള്ള ഒരു ലെയർ ഉണ്ട്, അതിന്റെ പേരാണ് ഈ സോണ പെല്യൂസിറ എന്ന് പറയുന്നത്. ആ ലെയറുമായിട്ടാണ് ഒരു സ്പേം ഏറ്റവും ആദ്യം കോൺടാക്ട്സിൽ വരുന്നത്. സ്പേമിനൊരു ഹെഡ് ഉണ്ടല്ലോ, ആ ഹെഡിൽ ന്യൂക്ലിയസിനെ കൂടെ അതൊരു ക്യാപ്പ് പോലത്തെ ഭാഗമുണ്ട്, അതിനെ ആക്രോസോം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ ആക്രോസോമിൽ കുറെ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് വെച്ചിട്ടാണ് ഈ ലെയർ ഭേദിച്ച് ഓവത്തിനകത്ത് സ്പേം എത്തുന്നുണ്ടായിരിക്കുക. അങ്ങനെ ലെയറുമായിട്ട് എപ്പോഴെങ്കിലും സ്പേം, ദാറ്റ് മീൻസ് സോണ പെല്യൂസിറയുമായിട്ട് എപ്പോഴെങ്കിലും സ്പേം കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓവത്തിന് ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് പുറകെ വരുന്ന സ്പേംസിനെ ഓവം അകത്തേക്ക് എൻറ്റർ ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഓവത്തിനും ഒരു സ്പേം എന്നുള്ള കണക്കാണ്. അപ്പോൾ ഒരു സ്പേം ഏറ്റവും ആദ്യം തന്നെ ഓവവുമായിട്ട് യോജിച്ചു, ഫ്യൂസ് ചെയ്തു, കോൺടാക്റ്റിൽ വന്നു, സോണ പെല്യൂസിലെ ലെയർ ഭേദിച്ച് അകത്ത് കടന്നെങ്കിൽ അപ്പം തന്നെ ഓവത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ആൻഡ് പുറകെ വരുന്ന സ്പേംസിനെ അഡീഷണൽ ആയിട്ട് അത് എന്ത് ചെയ്യത്തില്ല, അകത്തോട്ട് അലൗ ചെയ്യത്തില്ല. പിടികിട്ടിയോ? ഇതാണ് സംഭവം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്രോസോം ഉണ്ട് സ്പേമിന്, അതായിരിക്കും പൊതുവെ നമ്മുടെ സോണ പെല്യൂസിനെയും പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ കടന്ന് ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിൽ എത്താൻ വേണ്ടിയിട്ട് സ്പേമിനെ സഹായിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് ബൈ ദിസ് ടൈം നമ്മളുടെ ഓവത്തിന്റെ സെക്കൻഡറി യൂസൈറ്റ് ആയിട്ടിരുന്നതിന്റെ മിയോട്ടിക് ഡിവിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓവമായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഈ ഓവവും അതുപോലെ ഓവത്തിനകത്തുള്ള 23 ക്രോമസോംസും സ്പേമിനകത്തുള്ള 23 ക്രോമസോംസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ സെല്ലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതിനെയാണ് സൈഗോട്ട് എന്ന് വിളിക്കുക. ആൻഡ് ഇവർ രണ്ടുപേരും, ദാറ്റ് മീൻസ് സ്പേമും ഓവവും ഹാപ്ലോയിഡ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സൈഗോട്ട് എന്ന് പറയുന്നത് അതിന് ഒരു സെല്ല് കാണത്തുള്ളൂ, പക്ഷെ അത് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള 2 സെറ്റ് ക്രോമസോമുകളുള്ള ഒരു അവസ്ഥയിലുള്ളതായിരിക്കും എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി പിന്നീട് സൈഗോട്ടിലായിരിക്കും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. സൈഗോട്ട് മൈറ്റോസിസ് നടത്താനായിട്ട് തുടങ്ങും. അങ്ങനെ അത് വിഭജിക്കുന്നതിന് നമ്മൾ ക്ലീവേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത്, ഈ ക്ലീവേജുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ സൈഗോട്ട് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിലായിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ സൈഗോട്ട് ഇങ്ങനെ ക്ലീവേജ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് ഒരു സെല്ല് 2 ആകും, 2 4 ആകും, 4 8 ആകും, അങ്ങനെയാകും.
ഉണ്ടാവുന്ന സെല്ലുകളെ നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഒരു സെല്ലുള്ള കണ്ടീഷൻ സൈഗോട്ട്, പിന്നീട് അങ്ങനെ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുണ്ടായിക്കൊണ്ടിരിക്കുക, സെല്ലുകളെ നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ഒരു ഈ സൈഗോട്ടിൽ പിന്നീട് എപ്പോഴാണോ 8 മുതൽ 16 സെല്ലുകൾ വരെയുള്ള കണ്ടീഷനിലോട്ട് സൈഗോട്ട് എത്തുക, ദാറ്റ് മീൻസ് അതൊരു എംബ്രിയോ ആയിട്ട് മാറി. ഒരു സെല്ലുള്ളപ്പോൾ സൈഗോട്ട്, പിന്നെ ഇപ്പോൾ 2 സെല്ലായി കഴിഞ്ഞാലും സെല്ലുകളെ ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കും, പക്ഷെ ആ ഒരു സാധനത്തെ നമ്മൾ എംബ്രിയോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ എംബ്രിയോക്ക് എപ്പോഴാണോ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് വരെ അതിലുള്ളത്, ആ ഒരു അവസ്ഥയിലുള്ള എംബ്രിയോനെ നമ്മൾ മോറുല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, അവസാനം അത് എന്തായിട്ട് മാറും, ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുന്നത് വരെയുള്ളത് നമ്മളുടെ ഫാലോപ്പിയൻ ട്യൂബിലാണ് നടക്കുക. ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടായതിനു ശേഷം അത് യൂട്രസിലെത്തി യൂട്രസിൽ പറ്റിപ്പിടിച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, വളരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും അതിനൊരു ലെയർ ഉണ്ടായിരിക്കും, ഔട്ടർ ലെയർ. ആ ഔട്ടർ ലെയറിനെ നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ ട്രോഫോബ്ലാസ്റ്റിനോട് പറ്റിപ്പിടിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കുറേ സെല്ലുകൾ ഇങ്ങനെ കട്ടകുത്തി ഗ്രൂപ്പായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റിനോട് ചേർന്നിരിക്കുന്ന ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമ്മൾ ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ട്രോഫോബ്ലാസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ നമ്മളുടെ യൂട്രസിന്റെ എൻഡോമെട്രിയവുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇന്നർ സെൽ മാസ് പിന്നീട് എന്തായിട്ട് മാറും, കുട്ടിയുടെ എംബ്രിയോന്റെ ബാക്കിയുള്ള പാർട്സ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. പിടികിട്ടിയോ? യെസ്, നിങ്ങൾ അതിന്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത്. എ എന്ന് പറയുന്നത് ഒരു ഓവമാണ്, ആ ചുറ്റുമുള്ളത് ആ ലൈക്ക് ബ്ലൂ കളറിലെ ലെയർ എന്ന് പറയുന്നത് സോണ പെല്യൂസിയാണ്. ബിയിൽ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓവം ഉണ്ടായിരുന്നു, അത് സ്പേമുമായിട്ട് കൂട്ടിമുട്ടുന്നു. ദെൻ ഒരു സൈഗോട്ട് ഉണ്ടായി. ദെൻ സി വരുമ്പോഴത്തേക്ക് അതിനകത്ത് 2 സെല്ലുകളാണ് കാണിക്കുന്നത്, ദാറ്റ് മീൻസ് ബ്ലാസ്റ്റോമിയറുകളുടെ എണ്ണം കൂടി. ഡി ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബ്ലാസ്റ്റോമിയറുകളുടെ എണ്ണം കൂടി. ഇ എന്ന് പറഞ്ഞാൽ മോറിലെ ലേബിൾ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് അതിനകത്ത് ഏകദേശം ഒരു 8 മുതൽ 16 സെല്ലുകൾ വരെ ഉണ്ടായിരിക്കും, അതാണ് മോറുല. അതിനുശേഷം നിങ്ങൾ നോക്കുക എഫ്, അവിടെ ഒരു കുറച്ചും കൂടെ സെല്ലുകൾ കൂടി അല്ലേ, അതും കൂടെ കഴിഞ്ഞിട്ട് ജി എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ടായി, അതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ചുറ്റിനുമുള്ള ലെയർ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും, അതാണ് ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് അതിനോട് ചേർന്നൊരു സെൽ മാസ് പോലെ ഒരു ഓറഞ്ച് കളറിൽ അതിനകത്തുണ്ട്, അതാണ് ഇന്നർ സെൽ മാസ്. അപ്പം നിങ്ങൾ നോക്കിക്കോളൂ, എ മുതൽ ഓൾമോസ്റ്റ് എഫ് വരെയുള്ളത് ആ ഒരു ഫാലോപ്പിയൻ ട്യൂബിൽ തന്നെയാണ് നടക്കുന്നത്. ജി ആകുമ്പോഴത്തേക്കും അത് യൂട്രസിൽ എത്തിയിട്ടുണ്ടാകും. അവസാനം ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ചെന്നിട്ട് എച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതേ ബ്ലാസ്റ്റോസിസ്റ്റ് ചെന്നിട്ട് നമ്മളുടെ യൂട്രസിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നതാണ്. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മളുടെ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മൾ റെസ്റ്റ് ഒക്കെ ആവശ്യമാണ്, കാരണം അത് കൃത്യമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യും. പിടികിട്ടിയോ? യെസ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. പ്രഗ്നൻസിയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇംപ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ട്രോഫോബ്ലാസ്റ്റിന്റെ അവിടെ ചെറിയ തോതിൽ വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് വരാൻ തുടങ്ങും, ഫിംഗർ ലൈക്ക് ആയിട്ടുള്ളത്. അതിന് നമ്മൾ കോറിയോണിക് വില്ലൈ എന്ന് പറയും. ആൻഡ് ഈ കോറിയോണിക് വില്ലൈനെ സറൗണ്ട് ചെയ്തിട്ട് അമ്മയുടെ കുറേ ബ്ലഡും യൂട്രസിന്റെ കുറേ ടിഷ്യൂസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ കോറിയോണിക് വില്ലയും യൂട്രസിന്റെ ടിഷ്യൂസും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വലിയ സാധനമായിട്ട് മാറുന്നു, അതാണ് പ്ലസെന്റ എന്ന് പറയുന്നത്. കോറിയോണിക് വില്ലയും യൂട്രസിന്റെ ടിഷ്യൂസും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു വലിയ സാധനം, ഒരു വലിയ ബ്ലഡ് വെസൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിസ്ക് മാതിരത്തെ ഒരു സ്ട്രക്ചർ, അതിനെയാണ് പ്ലസെന്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. വളരുന്ന കുട്ടിയും അമ്മയുടെ ബോഡിയും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കുന്നത് ഈ പ്ലസെന്റയാണ്. പ്ലസെന്റയ്ക്ക് പൊതുവേ ഒരു എന്താ പറയുക, ഡിസ്കിന്റെ ഒരു ആകൃതിയാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അവിടെ കേട്ടോ. ആൻഡ് പ്ലസെന്റയിൽ നിന്ന് പ്ലസെന്റ ഇരിക്കുന്നത് അമ്മയുടെ ബോഡിയിൽ എംബഡ് ചെയ്തിട്ടാണ് അല്ലേ. ഈ പ്ലസെന്റനെ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഒരു വലിയ രക്തക്കുഴൽ വഴിയാണ്. ആ രക്തക്കുഴലിനെ നമ്മൾ അംബലിക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആ അംബലിക്കൽ കോഡിനെ നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കും. പിടികിട്ടിയോ? യെസ്. ആൻഡ് ഈ ഒരു പ്ലസെന്റ എന്ന് പറയുന്നത് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജന്, പോഷകങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മ വഴി കുട്ടിയിലേക്ക് എത്തിക്കും. ഈ കുട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകൾ ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുട്ടിയിൽ നിന്ന് കളക്ട് ചെയ്ത് അമ്മ വഴി തന്നെ പുറത്തോട്ട് എത്തിക്കുന്നതും പ്ലസെന്റ തന്നെയാണ്. പിടികിട്ടിയും? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസെന്റ അമ്മയുടെ ബോഡിയിൽ ഇങ്ങനെ ഡിസ്ക് ആകൃതിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു. പ്ലസെന്റനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടില്ലാത്തവർ വീണ്ടും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, ഈ പ്ലസെന്റ വഴിയായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന, അതിപ്പോൾ ഓക്സിജൻ ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും ഒക്കെ പാസ് ചെയ്ത് പോകുന്നത് ഈ അംബലിക്കൽ കോഡിൽ കൂടെയാണ്. അംബലിക്കൽ കോഡിനെയാണ് നമ്മൾ പൊക്കിൾ കൊടി എന്ന് പറഞ്ഞിട്ട് വിളിക്കൽ. ഓക്കെ, ശരി. ആൻഡ് പ്ലസെന്റ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഓക്സിജനും ന്യൂട്രിയൻസും വേസ്റ്റ് മാത്രം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതല്ലാതെ പ്ലസെന്റ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും കൂടെ വർക്ക് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അത് കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കാറുണ്ട്, ലൈക്ക് ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ, അതിന് HCG എന്ന് വിളിക്കും. ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ, അതിന് HPL എന്ന് വിളിക്കും. പിന്നെ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോൺസും, ഇതൊക്കെ പ്ലസെന്റ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ്. പ്രഗ്നൻസി സമയത്ത് മാത്രം കാണുന്ന ഹോർമോണുകളുമാണ്.
പ്രഗ്നൻസി അവസാനിക്കാറാവുമ്പോഴത്തേക്കും അതല്ലാതെ നമ്മളുടെ ശരീരത്തിൽ വരുന്ന മറ്റൊരു ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീയുടെ ഓവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അത് മാത്രമല്ല, ഈ പ്രഗ്നൻസി സമയത്ത് നമ്മളുടെ ശരീരത്തിൽ മറ്റൊരുപാട് ഹോർമോണുകളും ഉണ്ടാവും. ലൈക്ക് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റോജൻ, കോർട്ടിസോള്, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ. ഇതൊക്കെ നല്ല അമിതമായിട്ടുള്ള അളവുകളിൽ തന്നെ അമ്മയുടെ രക്തത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിസ് പറഞ്ഞില്ലേ, ഹോർമോണൽ കൺട്രോൾ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആൻഡ് ഈ ഹോർമോൺസ് ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ മെറ്റബോളിസം നന്നായി നടക്കുക, ആൻഡ് അത് മാത്രമല്ല പ്രഗ്നൻസി നിലനിർത്തിക്കൊണ്ട് പോവുക, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഹോർമോൺസ്, അതും ഇത്രയും കൂടുതൽ അളവിൽ അമ്മയുടെ ശരീരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ശരി, ഇനി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ട്രോഫോബ്ലാസ്റ്റിന്റെ ജോലി കഴിഞ്ഞല്ലോ. അത് പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ഇനി അകത്തുള്ള ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത് അത് പിന്നീട് എന്തായിട്ട് മാറും എന്നറിയാമോ? ജേം ലെയറുകളായിട്ട് മാറും. പുറമെ കാണുന്നത് എക്ടോഡേം, അകത്ത് കാണുന്നത് എൻഡോഡേം. ഇത് രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു മീസോഡേം എന്നുള്ള രീതിയിൽ 3 ജേം ലെയറുകളായിട്ട് നമ്മളുടെ ഇന്നർ സെൽ മാസ് രൂപപ്പെടും. ഈ ജേം ലെയറുകളിൽ നിന്നിട്ടാണ് പിന്നീട് ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ടിഷ്യൂസും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓർഗൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഇന്നർ സെൽ മാസിൽ സ്റ്റെം സെൽസ് കാണാൻ പറ്റും, വിത്ത് കോശങ്ങളും കാണാൻ പറ്റും. ആൻഡ് അതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ആയിട്ട് മാറാൻ ശേഷിയുള്ളവരാണ് സ്റ്റെം സെൽസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളുടെ ശരീരത്തിൽ ഏത് സെല്ലായിട്ട് മാറാനും സ്റ്റെം സെല്ലിനെ കൊണ്ട് പറ്റും. അപ്പോൾ ആ സ്റ്റെം സെല്ലിന്റെ ഉറവിടം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ എംബ്രിയോന്റെ ഇന്നർ സെൽ മാസ് ആണെന്നുള്ളത് ഓർക്കുക. സ്റ്റെം സെല്ലിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി അതിനുശേഷം പാർച്യൂറേഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർച്യൂറേഷനും ലാക്ടേഷനും ഒരുമിച്ചാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിലെ പ്രഗ്നൻസിയുടെ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം 9 മാസമാണ്. അപ്പോൾ ഈ 9 മാസം കാലഘട്ടത്തിൽ നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് കുട്ടി പുറത്തേക്ക് വരാനുള്ള സമയം ആകുമ്പോഴത്തേക്കും നമ്മളുടെ യൂട്രസിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രാക്ഷനുകൾ രൂപപ്പെടും. ആൻഡ് ആ കോൺട്രാക്ഷന്റെ ഫലമായിട്ടാണ് കുട്ടി പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. കുട്ടിയെ പുറത്തേക്ക് ഡെലിവർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ നോർമലി ഡെലിവറി എന്ന് വിളിക്കുമെങ്കിലും ബയോളജിക്കലി അതിനെ പാർച്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. പാർച്യൂറേഷൻ എന്ന് പറയുന്നതിന് നമ്മളുടെ നെർവസ് സിസ്റ്റവും അതുപോലെ നമ്മളുടെ ഹോർമോണൽ സിസ്റ്റവും എല്ലാം ഒരുമിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിടികിട്ടിയോ? അപ്പം അതുകൊണ്ട് തന്നെ പാർച്യൂറേഷന്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ കുട്ടിയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സിഗ്നൽ പ്ലസന്റെ വഴിയായിട്ട് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തുന്നുണ്ട്. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ യൂട്രസിൽ ചെറിയ കോൺട്രാക്ഷനുകൾ ഉണ്ടാകും. ഈ കോൺട്രാക്ഷനുകളെ നമ്മൾ ഫീറ്റൽ എജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. ഈ ഫീറ്റൽ എജക്ഷൻ റിഫ്ലക്സുകൾക്ക് കാരണം നമ്മളുടെ കുട്ടിയിൽ നിന്നൊരു സിഗ്നൽ സെൻട്രൽ നെർവസ് സിസ്റ്റമിലോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലോട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ബ്രെയിനിലോട്ട് എത്തുമ്പോഴത്തേക്കും ബ്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറിയോട് ആവശ്യപ്പെടും. പിറ്റ്യൂട്ടറി അങ്ങനെ ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ബോഡിയിൽ യൂട്രസിലെ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ഫീറ്റൽ എജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയാം. ആദ്യം മെല്ലെ കുറേശ്ശായിരിക്കും ഓക്സിറ്റോക്സിൻ വരുന്നുണ്ടായിരിക്കുക. പിന്നീട് ഓക്സിറ്റോക്സിൻ ഭയങ്കരമായിട്ടുള്ള ജാസ്തി അളവിൽ നമ്മളുടെ ബോഡിയിൽ എത്തുമ്പോൾ പെയിൻ ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് വലിയ ലൈക്ക് ലേബർ പെയിൻ, ആ ഒരു ലൈക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ലേബർ പെയിൻ എത്തും. പിടികിട്ടിയോ? അങ്ങനെയാണ് പിന്നീട് അത് എന്തിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക? കുട്ടീനെ നമ്മൾ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നുണ്ടായിരിക്കുക. കുട്ടി കടന്നു വരുന്നത് യൂട്രസിൽ കൂടെ കടന്ന് സെർവിക്സ് വിജയനൊക്കെ കടന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർത്ത് കനാൽ കടന്ന് കുട്ടി പുറത്തോട്ട് എത്തും. ഇതിനെ നമ്മൾ പാർച്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് പാർച്യൂറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ പ്ലസന്റേനെ യൂട്രസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാനായിട്ട് നമ്മൾ ആ അമ്പലിയൽ കോഡ് കട്ടും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഈ ഒരു സമയം കൊണ്ടിട്ട് നമ്മളുടെ മാമറി ഗ്ലാൻസിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി കാണും. പ്രഗ്നൻസി സമയത്ത് തന്നെ അവരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ അവർ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കുട്ടി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പുറത്തോട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലാകും. ആൻഡ് ഇങ്ങനെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ലാക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് മനുഷ്യ കുഞ്ഞുങ്ങളാണെങ്കിലും പ്രസവിക്കുന്ന ഏത് അമ്മയാണെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാലൂട്ടി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളുടെ മാമറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് എന്ന് പറയുന്നതിനെ നമ്മൾ കൊളോസ്ട്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. സാധാരണ മിൽക്ക് പോലെയല്ല, ഒരു ഇളം മഞ്ഞ കളറൊക്കെ ഉള്ള ഒരു മിൽക്കായിരിക്കും അത്. കൊളോസ്ട്രം എന്ന് വിളിക്കുക. അതിനകത്ത് ഒരുപാട് ആന്റിബോഡീസ് ഉണ്ട്. ഈ ആന്റിബോഡീസ് ഈ കുട്ടി ഇത്രയും നാളും വളരെ സേഫ് ആയിട്ട് അമ്മയുടെ ഉദരത്തിലിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയൊരു സാഹചര്യത്തിലോട്ട് വന്നു.
ഇപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റ് പുതിയതാണ്. അത് മാത്രമല്ല വിസിറ്റിനൊക്കെ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുട്ടിയിൽ അണുക്കൾ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടിയിൽ അണുക്കൾ എത്തിയാലും അതിന് പ്രതിരോധശേഷി വേണം, അല്ലെങ്കിൽ കുട്ടി ജനിച്ച ഉടനെ തന്നെ അതിന് വയ്യാണ്ടായി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കൊടുക്കാൻ പാകത്തിനുള്ള ആന്റിബോഡീസ് ഈ കൊളോസ്ട്രത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജനിച്ച് കുറച്ചു നേരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. ആ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കുട്ടിയിലേക്ക് കൊളോസ്ട്രം എത്തുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം നല്ല ഒരുപാട് amount ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആന്റിബോഡീസ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ആൻഡ് കൊളോസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് IgA ആണെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രോസസ്സ്. നമ്മൾ ആദ്യം തന്നെ സിസ്റ്റം ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. മെൻസ്ട്രൽ സൈക്കിൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് വളരുന്നത്, എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക, എങ്ങനെ ഇൻസെമിനേഷൻ നടക്കുന്നു, എങ്ങനെയാണ് അത് കൂടിച്ചേർന്ന് നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, എങ്ങനെയാണ് ഗർഭകാലം, എങ്ങനെ പ്രസവിക്കുന്നു, അവസാനം എങ്ങനെ മുലയൂട്ടുന്നു അല്ലെങ്കിൽ ലാക്ടേഷൻ നടത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ബേസിക്കലി നമ്മളുടെ എൻറ്റയർ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മളുടെ എന്താ ലൈക്ക് എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള കോൺട്രാസെപ്റ്റീവ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഹോർമോണൽ കൺട്രോൾ മിസ് പറഞ്ഞ പോലെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്സ് പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഹോർമോൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സ്പെഷ്യലായിട്ട് ഹോർമോണൽ കൺട്രോൾ എന്നുള്ള രീതിയിൽ പറയുന്നില്ല. കാരണം ഒരു ടോപ്പിക്കിൻ്റെ ഒപ്പം പറഞ്ഞു പോകുമ്പോഴാണ് കുറച്ചും കൂടെ ആളുകൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്. നമ്മൾ ഇന്ന് റീപ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID യും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും പറയുന്ന പോലെ രണ്ടാൾക്കും ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് നമ്മളുടെ ചാനലിൽ എല്ലാ ദിവസവും 9 മണിക്ക് നമ്മളുടെ സെറ്റിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സാധിക്കുന്നവരെല്ലാവരും 9 മണിയാകുമ്പോഴത്തേക്കും നമ്മളുടെ ഷോർട്സ് കാണുക. ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം സെറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതുവഴി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പഠനം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുക, മടിയൊന്നും കാണിക്കാതെ കൊണ്ടുപോവുക. ജൂൺ അവസാനിക്കാറായി, ജൂലൈ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മടിയൊന്നുമില്ലാതെ ഇത്തവണ സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മുന്നോട്ട് നന്നായി തന്നെ പോവുക. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് സിസ്റ്റംസിൻ്റെ ഓൾറെഡി ചെയ്തു. അതിന് ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. ആ പ്ലേലിസ്റ്റിലുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് മിസ് പറഞ്ഞ സ്റ്റെം സെൽസും പ്ലസൻ്റെയും ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം. അപ്പം അതും ഒന്ന് കാർഡ്സ് എടുത്ത് നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ആൻഡ് അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ കണ്ടു പോകാനായിട്ടും കൂടെ ശ്രമിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വി വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ ഹിയർ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.